ടാസ്കി വിളിയട എന്നുള്ളൊരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടാവും. തേന്മാവിൻ കൊമ്പത്തില് കുതിരയുടെ പപ്പയുടെ അതെ വിളിയാണ്, പ്രശസ്തമായ വിളിയാണ്. ഡയലോഗ് അതാണ്. അതെ. അപ്പൊ ഇപ്പൊ ടാസ്കിയുടെ കാര്യം കേട്ടോ ഞാൻ ചോദിക്കാൻ വരുന്നത്. ടാസ്കി അല്ല, ടാക്സി. സോറി, ടാക്സിയുടെ കാര്യം. ആ. അപ്പോ ഭാരത് ടാക്സി സേവനവുമായിട്ട് ഉം. കേന്ദ്രം എത്തുകയാണ്. ഉം. അപ്പൊ ഭീഷണി സ്വാഭാവികമായിട്ട് നമുക്കറിയാം. ഓ ഓല, ഊബർ, അതെ. ഇതിനൊക്കെ തന്നെയും ഭീഷണിയാണ്. അതെ. അപ്പോ ഈ കേരളത്തില് ഒരു ടാക്സി സമ്പ്രദായം കൊണ്ടുവരാനായിട്ട് നമ്മുടെ സർക്കാർ ആ. പ്രയത്നിച്ചിരുന്നു. പക്ഷെ അത് ഇടപെടലം ചീറ്റിപ്പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അതുപോലെ ആകുമോ ഈ ഭാരത് ടാക്സി എന്നുള്ളൊരു സംശയം ആ. ഈ ജനങ്ങൾക്കുണ്ട്. ഉം. അങ്ങനെ ഉണ്ടാകുമോ അത്? അങ്ങനെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ആ. അതിന് ചില കാരണങ്ങളുണ്ട്. ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കുമ്പോഴാണ് അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരിക. ഇതിന് കേന്ദ്രത്തിന്റെ പിന്തുണയുണ്ട് എന്നുള്ളത് വളരെ ശരിയാണ്. കേന്ദ്ര പിന്തുണ, അത് കേന്ദ്രം നേരിട്ടല്ല ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, സപ്പോർട്ടിങ് മാത്രമേ ഉള്ളൂ. അപ്പം ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ യാത്രാ രംഗത്തൊരു വിപ്ലവത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഒരു ടാക്സി സർവീസും അതും കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടെ ടാക്സി ഡ്രൈവേഴ്സ് നടത്തുന്ന ഭാരത് ടാക്സി എന്ന പേരിൽ നടത്തുന്ന ഈ ഒരു സർവീസിന് ഒരു സാമൂഹ്യ ബാലൻസിങ് ഒരു സാധനമുണ്ട്. സാമ്പത്തികവും സാമൂഹികവും ഒരു ബാലൻസിങ് സിസ്റ്റമാണ് അവർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അവർ വിഭാവനം ചെയ്യുന്നത്. ഇത് സഹകരണത്തിൻ്റെ ഒരു നല്ല ഗംഭീരമായിട്ടുള്ളൊരു മാതൃകയാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ടാക്സി മൾട്ടി സ്റ്റേറ്റ് ഷിക്കാരി എന്ന് പറഞ്ഞാൽ യാത്രയാണല്ലോ. ഷിക്കാരി ടാക്സി കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്നാണ്. മൾട്ടി സ്റ്റേറ്റ് ഷിക്കാരി ടാക്സി കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന പുതിയ ഒരു സംഘടനയാണ്. ഇത് 2025 ജൂൺ 6 രജിസ്റ്റർ ചെയ്ത ROC രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയാണ്, ലിമിറ്റഡ് കമ്പനിയാണ്. അവരാണ് ഈ പദ്ധതിക്ക് പുറകിലുള്ളത്. ആ പദ്ധതിക്ക് പുറകിൽ ശരിക്കും ഈ പദ്ധതിക്ക് പുറകിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കിയാലാണ് നമുക്കിതിൻ്റെ ഗൗരവവും അതിൻ്റെ ഉറപ്പും പിൻബലവും മനസ്സിലാവുക. സഹകരണ രംഗത്തെ ഭീമന്മാരാണ് ഇന്ത്യയിലെ. അത് ആരൊക്കെയാണ്? ഇഫ്കോ, ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ്. ഇന്ത്യയിലെ കർഷകരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയായ ഇഫ്കോയാണ്. വളനിർമ്മാണം അടക്കമുള്ള മുഴുവൻ കാര്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഇഫ്കോ ആണ് ഇതിന്റെ പുറകിൽ. അവർ ഈ പ്രോജക്റ്റ് വെറുതെ പരിശോധിക്കാതെ ഒരിക്കലും ചെയ്യില്ലല്ലോ. മറ്റൊരാൾ അതിനേക്കാൾ കേമായ കമ്പനിയാണ് അമൂൽ. അതെ, നമ്മൾ കേട്ടിട്ടുള്ള കുര്യൻ സാറിന്റെയൊക്കെ അമൂൽ, ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, അവരാണ് ഇതിന്റെ മറ്റൊരു സഹപ്രവർത്തകർ. അവർ ആ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ഉള്ളതുള്ള നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ്. അപ്പൊ ഇത് കൃഷിയും അതോടൊപ്പം തന്നെ മിൽക്ക് പോലുള്ള മിൽക്ക് പ്രൊഡക്ഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്, കമ്പനികളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതായത് ഞാൻ പറയാൻ വന്നത്, ഞാനിതൊക്കെ കേട്ടപ്പോൾ ആലോചിച്ചത്, കർഷകരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, ക്ഷീര കർഷകരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടൊരു സംരംഭം വരുന്നത് ഈ പറയുന്ന ഗതാഗത മേഖലയിലാണ്. അതാണ് കോപ്പറേറ്റീവ് സെക്ടറിൽ ഏറ്റവും കൂടുതൽ. ഇനിയിപ്പോ NCEL-ഉം NCDC-യും ഉണ്ട്. NCDC ഒക്കെ കാർഷിക മേഖല കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ കോപ്പറേറ്റീവ് സെക്ടറിലുള്ള വലിയ കമ്പനിയാണ്. സഹകരണ രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോപ്പറേറ്റീവ് രംഗത്തുള്ള കമ്പനികളുടെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കോർപ്പറേഷനാണ്. അപ്പൊ അത്രയും ആളുകൾ, അത്രയും കമ്പനികൾ ചേർന്നുണ്ടാക്കിയിട്ടുള്ള സഹകരണ മാതൃക ആണ് എന്ന് പറയുമ്പോൾ ഇത് എത്രത്തോളം ഭംഗിയായിട്ടായിരിക്കും അതിന്റെ പിന്നാമ്പുറങ്ങളിൽ അത് ഒരുങ്ങുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ടാക്സി ഡ്രൈവർമാർക്ക് കേവലം ജോലിക്കാരെന്നതിനപ്പുറത്ത്, ഡ്രൈവർമാർ എന്നതിനപ്പുറത്ത് ഓണർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അവരും മുതലാളിമാരാണ്. ഞങ്ങൾക്കും ഇതിനകത്ത് ഉടമസ്ഥതയുണ്ട്. അപ്പോൾ വലിയ ഉത്തരവാദിത്വം ഉണ്ടാവും. എൻ്റെ കമ്പനിയിൽ ഞാൻ തന്നെ ജോലി ചെയ്യുന്നു. അതിനകത്ത് ഇപ്പം നമ്മളെ ഊരാളുങ്കൽ സൊസൈറ്റി ഇല്ലേ, അത് കേരളത്തിലെ നിർമ്മാണ പ്രവർത്തന രംഗത്ത് വലിയൊരു, അതിന് വേറെ ചില അപവാദങ്ങളൊക്കെ ഉണ്ട്. അത് CPM-ന്റെ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘടനയാണ്. ഓഫ് കോഴ്സ് അങ്ങനെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, പക്ഷെ അവരുടെ ജോലികളും അവർ ചെയ്യുന്ന ജോലികളൊക്കെ വളരെ ശ്ലാഘനീയമായിട്ടുള്ള റോഡ് നിർമ്മാണമായാലും പാലം നിർമ്മാണമായാലും മറ്റ് ബിൽഡിങ്ങുകളുടെ നിർമ്മാണമായാലും ഒക്കെ അതൊക്കെ നടക്കുന്നുണ്ട്. എല്ലാം ഭംഗിയായിട്ടാണ്. അതിലുള്ള ആളുകൾ അവർ തന്നെ മുതലാളിമാർ. അവിടെയുള്ള ജോലിക്കാരില്ലേ, അവർക്ക് എഞ്ചിനീയർമാർ, അവരൊക്കെ കുറെ അതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു സംരംഭമാണ് ഇന്ന് വളർന്നത് വലിയൊരു കോർപ്പറേഷനായിട്ട്, മൾട്ടി ഒരു ഇതായിട്ട് മാറിയിരിക്കുന്നു കോപ്പറേറ്റീവ് രംഗത്തെ. നമ്മൾ കേരളത്തിലുള്ള ഒരു മികച്ച മാതൃകയാണത്. എന്തായാലും അവർ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു സംഗതിയാണ്. ഇങ്ങനെ ഒരു ഡ്രൈവർ കേന്ദ്രീകൃത സേവനം നടത്തുമ്പോൾ ലാഭമോ കമ്മീഷനോ കാര്യങ്ങളൊക്കെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് മുഴുവൻ വരുമാനവും നേരിട്ടാണ്. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ബിസിനസ് മോഡൽ എന്നറിയില്ല. മുഴുവൻ വരുമാനവും നേരിട്ട് ഡ്രൈവർമാർക്ക് ലഭിക്കുമ്പോൾ എങ്ങനെയാണ് അത് നടത്തപ്പെടുക എന്നറിയില്ല. പക്ഷെ എന്നാലും
കൂടുതൽ ക്ഷേമവും കൂടുതൽ വരുമാനവും ഡ്രൈവർക്ക് തന്നെയാണ്. ഇപ്പം എനിക്കിവിടെ കൊച്ചിയിലെ ഊബർ ഡ്രൈവേഴ്സിന് ഊബറിൻ്റെ പിന്നെ ലീഗൽ സൈഡ് നോക്കുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട്. അതേ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അതോടെ ഞാൻ സംസാരിച്ചപ്പോൾ അവിടെയുള്ള ഈ പല ഡ്രൈവർമാരോട്ട് യാത്രയിൽ പോരുമ്പോൾ ഇപ്പം ഞാൻ രാവിലെ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോഴോ ഊബറിലാണല്ലോ നമ്മളിപ്പോൾ മിക്കവാറും ഊബർ ടാക്സിയിലോ ഊബർ ഓട്ടോയിലോ ആണ് നമ്മൾ എല്ലായിടത്തും യാത്ര ചെയ്യുക. അപ്പോൾ പോകുമ്പോൾ ഞാൻ ഇവരെ കയറുമ്പോൾ തന്നെ ഇവരോട് ചോദിക്കും എങ്ങനെയുണ്ട് ഓട്ടോ ഒക്കെ ഉണ്ട്. കുഴപ്പമില്ല സാർ. അപ്പോൾ പ്രധാനമായിട്ട് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കമ്മീഷൻ വളരെ കൂടുതലാണ്. ഊബർ ടാക്സിയും ഒലയും എടുക്കുന്ന കമ്മീഷൻ അപ്പോൾ ഇവരുടെ കയ്യിൽ അത് കിട്ടുന്നത് വളരെ കുറവാണെന്നും അതുപോലെ തന്നെ EV വെഹിക്കിളൊക്കെ ആണെങ്കിലാണ് അവർക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. കാരണം ഇതിന് ഇന്ധനം അടിച്ചിട്ട് ബാക്കി ഉണ്ടാവില്ല. മറ്റേ ചെറിയ പൈസക്ക് ഈ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പൈസ കയ്യിൽ കിട്ടുന്നുള്ളത്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ആ വരുമാനം നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയിലാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രാഥമിക മൂലധനം 300 കോടി രൂപയാണ് ഈ കമ്പനികളെല്ലാം കൂടി 4 കമ്പനികൾ ചെയ്തിരിക്കുന്നത്. 300 കോടി എന്ന് പറയുമ്പോൾ തരക്കില്ലാത്തൊരു എമൗണ്ട് ഉണ്ട്. ആപ്പ് ഡെവലപ്മെന്റിന് വേണ്ടി ആയിരിക്കണം അതിൻ്റെ പ്രചാരണവും അതിൻ്റെ പബ്ലിക് റിലേഷനും ബാക്കി കാര്യങ്ങളും. ഈ ആപ്പ് ഡെവലപ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ ഡ്രൈവേഴ്സ് വരിക എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് സർക്കാരിൻ്റെ നേരിട്ടുള്ള നിക്ഷേപം ഉള്ള കമ്പനിയല്ല എന്ന് നമ്മൾ നേരിട്ട് പറഞ്ഞു. പക്ഷേ പൂർണ്ണമായ പിന്തുണയുണ്ട് സർക്കാരിൻ്റെ, കേന്ദ്ര ഗവൺമെൻറ്. ഇത് സ്വദേശി വൽക്കരണത്തിൻ്റെ ഒരു പാർട്ടായിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തന രീതിയും ഘട്ടം ഘട്ടമായിട്ടുള്ള വികസനമാണ് പ്ലാൻ ചെയ്യുന്നത്. ഒലയും ഊബറൊക്കെ പോലുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ഇതിലും ലഭ്യമാണ് ഭാരത് ടാക്സിയിൽ. അത് വളരെ ലോകോത്തര നിലവാരമുള്ള സാങ്കേതിക സൗകര്യങ്ങളാണല്ലോ ഊബർ എന്ന് വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. ലോകത്തിലെ വലിയ കമ്പനികളൊന്നും അവർ സ്വന്തമായിട്ട് ടാക്സി ഉണ്ടാക്കുന്നുണ്ട്, എയർ ടാക്സി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ രംഗത്തൊക്കെ അവരുടെ സേവനങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ വഴിയുള്ള ബുക്കിംഗ്, GPS സംവിധാനങ്ങൾ, ട്രാക്കിംഗ്, എവിടെ പോയാലും നമുക്ക് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ പറ്റുക. കാരണം അതിനൊക്കെയാണ് പരാതികൾ വരിക. ആ പരാതികൾക്കൊന്നും ഇടയില്ലാത്ത വിധത്തിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് സൗകര്യങ്ങൾ, UPI സൗകര്യങ്ങൾ ഓൾറെഡി നമ്മൾ ലോകത്തിന് മാതൃകയായിട്ടുണ്ട്. ആ സൗകര്യം ഇവിടെ ഉപയോഗിക്കപ്പെടും. ലാഭകരമായ നിരക്കുകൾ നമുക്ക് കിട്ടും, യാത്രക്കാരായ നമുക്ക് കിട്ടും. അത് വലിയൊരു സൗകര്യമാണ്. ഇപ്പം അവർ ഈ പീക്ക് അവറിനനുസരിച്ച് പൈസ കൂട്ടിക്കൊണ്ടിരിക്കും. നമുക്കറിയാം ഇങ്ങനെ മീറ്റർ കയറി പോകുന്ന അറിയാൻ പറ്റും. ഫിക്സഡ് ആണെങ്കിലും പക്ഷെ അതിനനുസരിച്ച് കൂടും. ഇവിടെ അതില്ല, അത് കുറയും. സാധാരണ യാത്രക്കാർക്ക് കുറച്ചുകൂടി ലാഭകരമായ നിരക്കുകളായിരിക്കും കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു സമയരേഖ എങ്ങനെയാണ് സമയബന്ധിതമായിട്ട് ഇത് പൈലറ്റ് പ്രോജക്റ്റ് ഇപ്പം ഡൽഹിയിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലൊക്കെ നടപ്പാക്കി കഴിഞ്ഞു. പരീക്ഷണാടിസ്ഥാനത്തിലാണ് നടപ്പാക്കി കഴിഞ്ഞ് 200ഓളം ഡ്രൈവർമാർ അതിന് സഹകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ലക്ഷ്യമിടുന്നത് 2025ഓടുകൂടി ഗ്രാൻഡായിട്ടുള്ള ദേശവ്യാപകമായി ദേശീയ തലത്തിൽ ഗ്രാൻഡ് ലോഞ്ചിങ് ആണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം അത് വരുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നു കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് പരീക്ഷിക്കാൻ പറ്റിയ ഇന്ത്യയിൽ ഇത്തരം കാര്യങ്ങൾ ആദ്യം വരിക ഒരു സംസ്ഥാനമാണ്. അത് മിക്കവാറും ഉടൻ വരാൻ സാധ്യതകളൊക്കെ ഇവിടെയായിരിക്കും. ബാംഗ്ലൂർ, ചെന്നൈ, കൊച്ചിയൊക്കെ ഉറപ്പായിട്ടും ഈ ഒരു നോർത്തേൺ ഈ ഒരു സൈഡിലേക്ക് മിക്കവാറും വരുമ്പോൾ, അങ്ങനെ സൗത്തേൺ സൈഡിലേക്ക് വരുമ്പോൾ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭവും സാമൂഹിക നീതി. ലാഭം ഉണ്ടാക്കിയിട്ടാണല്ലോ ഒരു കമ്പനി നിലനിൽക്കുക. പക്ഷെ അപ്പോൾ തന്നെ ഇക്വാലിറ്റി, ഒരു സാമൂഹിക നീതി ഇതിൻ്റെ അതോട് ഉറപ്പ് വരുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഒരു സമത്വം, അതും സാമ്പത്തിക ലാഭം മാത്രമല്ല സാമൂഹിക നീതി കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. ഡ്രൈവർമാരെ ശാക്തീകരിക്കുന്നു. പലപ്പോഴും പല ഡ്രൈവർമാരും നമുക്ക് ഈ യാത്രക്കിടയിലൊക്കെ ഇപ്പം ഞാനൊരു സിനിമാ പ്രവർത്തകൻ നിലയ്ക്ക് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചലച്ചിത്ര ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ്മെൻ്റ് ഉള്ള അടുപ്പമുള്ള ആളുകൾ എന്ന് പറയുന്നത് ഈ ടാക്സി ഡ്രൈവർമാരാണ്. കാരണം ഇന്ന് കാണുന്ന ഒലയും ഊബറൊക്കെ വരുന്നതിന് മുമ്പ് ഈ അംബാസഡർ ടാക്സി നമുക്ക് ഈ അതിനു മുമ്പുണ്ടായിരുന്ന മറ്റേ കാറുണ്ടല്ലോ, മുംബൈയിലും ഡൽഹിയിലൊക്കെ ഉള്ള സാധാരണ കാറില്ലേ, പ്രീമിയർ പത്മിനി കാറുകൾ, അതാണല്ലോ ഏറ്റവും കൂടുതലുള്ളത്. മഞ്ഞ പെയിൻ്റൊക്കെ അടിച്ച ടാക്സി കണ്ടില്ലേ, അതൊക്കെ ഇവിടെ ടാക്സികൾ കുറവായിരുന്നു. ഇവിടെ നമുക്ക് അറിയാവുന്നത് അംബാസഡറാണ്. നമ്മുടെ ഒരു ടാക്സി എന്ന് പറഞ്ഞ അംബാസഡറാണ് നമ്മൾ. ആ അംബാസഡറിൽ ജോലി ചെയ്യുന്ന ടാക്സി ഡ്രൈവർമാർ മിക്കവാറും ആളുകളുടെ ജീവിതത്തിൽ, ഇപ്പം എൻ്റെയൊക്കെ ഒരു പ്രായമുള്ള ഒരാളുകളുടെ ജീവിതത്തിൽ, അതിൽ കൂടുതലുള്ള ആളുകളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ആളുകളാണ്. അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഒരു വീടുണ്ടെങ്കിൽ ഒരു ഗ്രാമം ഉണ്ടെങ്കിൽ അവിടെയുള്ള ഒരു ടാക്സി ഡ്രൈവർ നമ്മളെ കൊണ്ടുപോകുന്നെങ്കിൽ ഒരു സ്റ്റേഷനിലേക്കോ എയർപോർട്ടിലേക്കോ മറ്റു സ്ഥലങ്ങളിലോ സംഘാടകൻ, യാത്രാ സാരഥി എന്ന നിലയ്ക്ക് അവർ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു വിശ്വാസമുണ്ട്, അവരൊക്കെ തമ്മിലൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അതിനിടയ്ക്കുള്ള കോഴിക്കോട് നോക്കൂ, കോഴിക്കോട്ട് ഞാൻ ജീവിച്ച് വളർന്ന സ്ഥലം, അവിടെ ഈ ഊബറും ഒലയൊന്നും ഈ അടുത്ത കാലത്താണ് കയറ്റാൻ തുടങ്ങിയത്. അവർ സംഘടിതമായിട്ട് അവിടുത്തെ ടാക്സി ഡ്രൈവർമാരെ അതിനെ നിശ്ചിതമായിട്ട് പടിക്ക് പുറത്ത് നിർത്തി കയറ്റിയില്ല. അത് അവരുടെ സംഘടിത മനോഭാവമാണ്. കേരളത്തിലെ ഏറ്റവും നല്ല ഓട്ടോറിക്ഷക്കാർ കോഴിക്കോട്ടുള്ള ആണ്, കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്.
അപ്പോൾ ടാക്സി ഡ്രൈവർമാരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനിടയിലേക്ക് ഈ ഊബറും ഒക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണത് അവരുടെ ഒരു ശാക്തീകരണവും അവരുടെ ഒരു ഒത്തൊരുമയ്ക്കും അതൊക്കെ ഭംഗം വരാറുണ്ട്, പലപ്പോഴും അപവാദങ്ങളുണ്ട്. ഇപ്പോൾ ഈ കൊച്ചിയിലെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ ഇടുക്കി ജില്ലയിൽ നിന്നും വയനാട് ജില്ലയിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ഈ ടാക്സി ഡ്രൈവർമാർ ഈ ഊബറിലും അതുപോലെ ഒലയിലൊക്കെ വർക്ക് ചെയ്യുന്നത്. മിക്കവാറൊക്കെ ഞാൻ ഈ പോകുമ്പോൾ ഒക്കെ ഇവരുടെ ഭാഷയൊക്കെ സംസാരിക്കുന്ന ഭാഷയും ഒക്കെ കേട്ടിട്ട് ഞാനിങ്ങനെ ചോദിക്കും, എവിടെയാണോ, കരുവാരക്കുണ്ടിലാണോ, അതല്ലെങ്കിൽ ഇടുക്കിയിൽ മറ്റേ വെള്ളത്തൂവലിലാണോ, അല്ലെങ്കിൽ വയനാട്ടിലെവിടെ മാനന്തവാടിയാണോ ഒക്കെ നമ്മൾ ചോദിക്കും ഇങ്ങനെ. അപ്പോൾ അവരിങ്ങനെ പറയും ഇങ്ങനെ വന്നതാണ്, കൂടുതൽ സൗകര്യത്തിന് വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞ് സ്വന്തം വണ്ടിയുള്ളവരൊക്കെ ഉണ്ട്. ആ ആളുകളിലൊക്കെ ഇനിയിപ്പോൾ ഭാരത് ടാക്സിയിലേക്ക് വരുമ്പോൾ ഡ്രൈവർമാരുടെ ഒരു ശാക്തീകരണം സംഭവിക്കും. കമ്മീഷൻ ഇല്ലാതെ നേരിട്ട് വരുമാനം കിട്ടും. അപ്പം ഉപഭോക്തൃ സൗഹൃദമായിട്ടുള്ള സുതാര്യമായ നിരക്കുകളും സുരക്ഷിതമായ യാത്രാ സംവിധാനങ്ങളും. ഇപ്പോൾ ഊബറിലോ അല്ലെങ്കിൽ ഏതോ ഒരു സ്വകാര്യ ടാക്സിയിലൊക്കെ യാത്ര ചെയ്ത ഒരു സ്ത്രീക്ക് ബുദ്ധിമുട്ടുകൾ നേരിട്ടത് അവരെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തിയ വാർത്തകളൊക്കെ കേട്ടു. അത്ര വാർത്തകളൊക്കെ നമ്മൾ പലപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇനിയിപ്പോൾ അത് മാത്രമല്ല കേട്ടോ, ഈ ഡ്രൈവർമാരൊക്കെ വലിയ നല്ല സത്യസന്ധരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഊബറും അതുപോലെ ഇത്തരം ടാക്സി സംവിധാനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് മറന്നുപോയാൽ പലപ്പോഴൊക്കെ സ്വർണ്ണമൊക്കെ വീണ് പോയിട്ടുണ്ട്. അതൊക്കെ കൃത്യമായി തിരിച്ചു തന്ന അനുഭവങ്ങൾ എനിക്കുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ഏത് വണ്ടിയിലായിരുന്നു, അവരിപ്പോൾ എവിടെയാണെന്നുള്ളത് കൃത്യമായി. അപ്പോൾ തങ്ങളെ ആരോ നിരീക്ഷിക്കുന്ന ഒരു സർവൈലൻസിൻ്റെ അകത്തും തങ്ങളുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആളുകൾക്ക് ഒരു മര്യാദയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കസ്റ്റം അവർ പഠിച്ചെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഉപഭോക്തൃ സൗഹൃദമായിട്ടുള്ള ഒന്നായിട്ട് ഇത് മാറും. എൻ്റെ തന്നെ ടാക്സിയിൽ എൻ്റെ തന്നെ ജനത്തിന് ഞാൻ കൊണ്ടുപോകുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ മര്യാദയുണ്ട് എന്ന് പറയും. ഈ സമയത്ത് ഞാൻ എൻ്റെ ബഹുമാനായിട്ട് സുഹൃത്ത് ഈസ്റ്റേൺ കുടുംബത്തിലെ ബന്ധു കൂടിയാണ് സക്കീർ ഹുസൈൻ, സ്വദേശി മർമർ ഇറ്റാലിയുടെ ഉടമസ്ഥൻ. അദ്ദേഹത്തിന് ഇവിടെ വെച്ചിട്ട് ഇറ്റലിയിൽ വെച്ചിട്ട് ഇറ്റലിയിലാണ് വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് വൈഫിൻ്റെയും അദ്ദേഹത്തിൻ്റെയും പാസ്പോർട്ട് നഷ്ടപ്പെട്ടു. അപ്പം ഈസ്റ്റേൺ ജർമ്മനിൻ്റെ പെങ്ങളാണ് ഭാര്യ. പാസ്പോർട്ട് നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ഒരു യാത്രാരേഖയില്ല. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പം സ്ഥലത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് കാർഡുമില്ല. ഈ കാർഡ് പോയിട്ടില്ല എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നത്. പക്ഷേ അവിടെ ചെന്നിറങ്ങിയിട്ട് കുറച്ച് ദൂരം പോയി വേറൊരു സ്ഥലത്ത് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് കാർഡ് നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയുമ്പോൾ ആ ടാക്സി ഡ്രൈവർ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, പൈസ നിങ്ങൾ വേണ്ട, അത് നിങ്ങളൊരു അതിഥിയാണ് ഞങ്ങളുടെ, ആ പൈസ ഒഴിവാക്കിയേക്കും, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അതിനുശേഷം വന്നിട്ട് വലിയൊരു അനുഭവമായിട്ട് ആ സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പം ഇതുപോലത്തെ ഉദാത്തമായ മാതൃകളൊക്കെ നമ്മുടെ നാട്ടിലും ടാക്സി ഡ്രൈവേഴ്സിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ഒരു സഹകരണ മോഡൽ, ഒരു കോർപ്പറേഷൻ നമ്മളെ ഈ പ്രാദേശിക തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെറു പട്ടണങ്ങളിലേക്ക് ഇത് വരും. ഇപ്പോൾ ഊബറും മറ്റ് ടാക്സികളൊക്കെ നമുക്ക് ഈ സബർബൻ പട്ടണങ്ങളിലെ ടയർ 1, ടയർ 2, ടയർ 3 നഗരങ്ങളില്ല. അപ്പോൾ അതുകൂടി വരും. അതാണ് ഇപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഒരു വലിയ ശൃംഖല, വലിയൊരു ടാക്സി ശൃംഖല വളരെ കൂടുന്നതിനെ ഭാരതത്തിൽ വരുമ്പോൾ അത് ചെറിയൊരു സംവിധാനമല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, സഹകരണത്തിൻ്റെ വലിയ മോഡലായിട്ട് ഇത് വരും. എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ അമൂലിനേക്കാളും മറ്റേതിനേക്കാളും വലിയ ഒരു ബിഗ് സഹകരണ മോഡൽ കോർപ്പറേഷനായിട്ട് ഇത് വരും ഈ ഭാരത് ടാക്സി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും അതിൻ്റെ നിലവാരം ഉറപ്പാക്കലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കലും ഒക്കെ സാമ്പത്തിക മോഡലൊക്കെ വളരെ പ്രധാനമാണ്. അത്തരം വെല്ലുവിളികളുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്, അതിന് ബന്ധപ്പെട്ട ആൾക്കാർ. എന്തായാലും ഈ കോപ്പറേറ്റീവ് ട്രാൻസ്പോർട്ട് സൊസൈറ്റികൾക്ക് ഇതിൽ പങ്കുചേരാൻ അവസരമുണ്ട്. കേരളത്തിൻ്റെ ഒരു മാതൃക, കേരളത്തിൻ്റെ ഒരു കോൺടെസ്റ്റ് എന്ന് ആലോചിക്കുമ്പോൾ നമ്മളിവിടുത്തെ കോപ്പറേറ്റീവ് സെക്ടർ എന്ന് പറഞ്ഞാൽ വളരെ ശക്തമാണ്. ബാങ്കുകൾ, സഹകരണ സ്ഥാപനങ്ങൾ, അങ്ങനെ ഒരുപാടുണ്ടല്ലോ, പല മേഖലയുണ്ട്. അവർക്കൊക്കെ ഇതിന് പങ്കുചേരാം. ഒരു വാഹനം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡ്രൈവർ തന്നെയാണെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള മോഡൽ ആയതുകൊണ്ട് തന്നെ അതിനൊരു സഹകരണത്തിൻ്റെ ഒരു സാധ്യത അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യം വെച്ചുകൊണ്ട് ഇതൊരു സംയുക്തമായിട്ടുള്ളൊരു സ്വപ്നമാണ്. അപ്പം ഈ ലാഭം ഒരു വശത്ത് വരുമ്പോൾ തന്നെ ഒരു ഇക്വാലിറ്റി, സാമൂഹിക നീതിയും കൂടി ഉറപ്പുവരുത്തുന്ന പുതിയൊരു യാത്രാ വിപ്ലവമാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇത് ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു മൾട്ടി ഭീമൻ ഒരു കോർപ്പറേഷനായിട്ട് ഈ കോപ്പറേറ്റീവ് സെക്ടറിൽ നിന്ന് ഈ സൊസൈറ്റിക്ക് മാറാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഭാരത് ടാക്സിക്ക് എല്ലാ ആശംസകളും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.